ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ടാസ്കിന്റെ ഇന്നത്തെ സമയം അവസാനിച്ചു എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തിരുന്നു കേട്ടോ. ആശ്വാസം. അപ്പൊ എല്ലാവരും ഒന്ന് ഫ്രീ ആയിട്ട് ബീം ബാഗിന്റെ ഒക്കെ ആ ഒരു ഏരിയയിൽ ഇരുന്നപ്പോഴാണ് ചൊറിഞ്ഞുകൊണ്ട് നമ്മുടെ നെവിൻ അനുമോളുടെ അടുത്തേക്ക് വരുന്നത്. സ്ത്രീയെ സ്ത്രീയെ എന്ന് ഒരുപാട് തവണ വിളിക്കുന്നുണ്ട്. നിനക്ക് പ്ലാച്ചി അല്ലാതെ വേറെ എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടോ? സ്ത്രീയെ സ്ത്രീയെ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ഈ സ്ത്രീയെ എന്ന് കേൾക്കാൻ തന്നെ വല്ലാത്ത വെറുപ്പിക്കലായിരുന്നു. അത് ആ ഒരു വിളിയൊക്കെ ഔട്ട്ഡേറ്റഡ് ആയിപ്പോയി. അതാണ് നെവിൻ വീണ്ടും ഇങ്ങനെ വിളിച്ച് പ്രൊവോക്ക് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ അനുമോള് സൈ കെട്ടിട്ട് പറയുന്നുണ്ട്, നിന്റെ കണ്ടന്റ് ഈ വയറല്ല എന്ന് പറഞ്ഞ് വയറെ തൊട്ട് കാണിക്കുന്നുണ്ട്. വേറൊന്നും ഇല്ലല്ലോ എന്ന് അനുമോള് പറയുന്നുണ്ട്. എനിക്ക് ചിരി നിർത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞിട്ടുള്ള ഒരു സംവാദമായിരുന്നു ഇത്. അനീഷും ഷാനവാസ്, മാദിലാനൂറയും അക്ബർ, മാരീനും ഒക്കെ അവിടെ ഇരിപ്പുണ്ട്. സാബുമാനും ഒക്കെ ഇരിപ്പുണ്ട്. നോമിനേഷൻ ഡിസ്കഷൻ ആയിരുന്നു ഈ 2 ദിവസമായിട്ട്. നോമിനേഷൻ ആരൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ളത് എല്ലാവരും അറിഞ്ഞു. 10 പേരേ ഉള്ളതുകൊണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. അപ്പൊ ലാലേട്ടൻ ഇത് ഒരാളെ ആയിട്ട് മാത്രം പൊക്കരുത് എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നെവിനും പറയുന്നുണ്ട് നെവിൻ ആരൊക്കെയാണ് നോമിനേറ്റ് ചെയ്തത് എന്നൊരു കാര്യം. അത് നെവിൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യം പറഞ്ഞൊരു ഒറ്റ ഡയലോഗിന്റെ പുറത്താണ്, അതിന്റെ ഒരു റിയാക്ഷൻ ആയിട്ടാണ് നെവിൻ അത് പറഞ്ഞത്. നീ അനുമോൾക്കെതിരെ ഇത്രയും ഡയലോഗ് അടിക്കുന്നുണ്ടല്ലോ, എന്നിട്ട് അനുമോളെ അത് നോമിനേഷനിൽ ഇടാൻ പോലും നിന്നെ കൊണ്ട് പറ്റിയില്ലല്ലോ എന്ന്. അത് എനിക്ക് നെവിനോട് ചോദിക്കാനുള്ള കാര്യം തന്നെയാണ്. നെവിൻ എന്തുകൊണ്ട് അനുമോളെ അത് നോമിനേറ്റ് പോലും ചെയ്തില്ല എന്ന്. അതിനൊരു വാലിഡ് എക്സ്പ്ലനേഷൻ നെവിന് കൊടുക്കാനില്ല. നെവിൻ കുറെ ഉരുണ്ടും മറിഞ്ഞ് ഏതാണ്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു. അവിടുന്ന് തുടങ്ങി നെവിന് നല്ലപോലെ ട്രിഗർ ആവുന്നുണ്ട് കേട്ടോ. ഷാനവാസ് എരുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഉടനെ അനീഷ് നന്ദിയുണ്ട് ബിഗ് ബോസ്, സത്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് പുറത്തു വരുന്നു ബിഗ് ബോസ്, ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഇവര് തന്നെ പറയുന്നു ബിഗ് ബോസ്, നന്ദിയുണ്ട് ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് കൈയും പൊക്കി പിടിച്ച് സന്തോഷത്തിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് ഒരു സൈഡില്. പിന്നെ ഇതിനകത്ത് അനുമോൾ ഒരു വാലിഡ് പോയിന്റ് പറയുന്നുണ്ടായിരുന്നു. ലാലേട്ടൻ എപ്പിസോഡില് ലാലേട്ടൻ എന്തോ ഒരു കാര്യം ചോദിച്ചു. അപ്പൊ നെവിൻ പറഞ്ഞിരുന്നു, ഇയാളെയാണ് ഇവളെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇവിടെ സ്നേഹം പ്രകടിപ്പിക്കുന്ന എന്റെ രീതിയാണ് ഇത്. ഈ കുറ്റം പറയുന്നതും പിന്നെ എങ്ങനെ ഈ ഹേറ്റ് കാണിക്കുന്നതൊക്കെ സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതിയാണ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. പക്ഷെ ഈ പൊട്ടി ഇത് മനസ്സിലാക്കുന്നില്ല, അങ്ങനെയും പറഞ്ഞിരുന്നു. അപ്പൊ ഇതിൽ ലാലേട്ടൻ എപ്പിസോഡിൽ നെവിൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇത്. അനുമോളെടുത്ത് ഈ ഒരു വഴക്കിനിടയ്ക്ക് പറയുന്നുണ്ട്. അപ്പൊ വീണ്ടും നെവിന് ട്രിഗറായി. നിന്നെ എനിക്ക് ഒരു ഇഷ്ടവും ഇല്ല, നിന്നെ എനിക്ക് തീരെ ഇഷ്ടമല്ല, അത് ഇതെന്നൊക്കെ പറഞ്ഞ് നെവിൻ നല്ലപോലെ ട്രിഗർ ആവുന്നുണ്ട്. കുറെ നേരം മുമ്പ് അക്ബറിന്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു അനുമോളെ പുറത്തുനിന്ന് കാണാൻ ആഗ്രഹിക്കുന്നില്ല. ഷാനവാസ്, ആദിലാനൂർ ഇവരെ 4 പേരെയും കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് നെവിൻ പറഞ്ഞിരുന്നു. അപ്പൊ നെവിന്റെ ഇങ്ങനെ കോൺട്രഡിക്ടറി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ ലാലേട്ടൻ എപ്പിസോഡിൽ ഒന്ന് പറയുന്നു, അക്ബറിന്റെ അടുത്ത് വേറെ ഒന്ന് പറയുന്നു, പിന്നെ ഇപ്പൊ അനുമോളിന്റെ അടുത്ത് വീണ്ടും വേറെ പലതും പറയുന്നു. ഇങ്ങനെ മാറ്റിയും മറിച്ചും സാഹചര്യത്തിനനുസരിച്ച് അഭിപ്രായങ്ങൾ പറയുന്ന ഒരാളാണ് നെവിൻ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്റർടൈനറും കാര്യങ്ങളൊക്കെയാണ്, എന്നാലും ഇങ്ങനെ സാഹചര്യത്തിനനുസരിച്ചാണ് നെവിന്റെ അഭിപ്രായങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നെവിൻ അനുമോളുടെ ഈ ഒരു പേയ്മെന്റിന്റെ കേസ് അങ്ങനെയുള്ള കുറെ അനാവശ്യം പറയുന്നുണ്ട്. അതിനോടും എനിക്ക് യോജിപ്പില്ല. കൂടുതൽ ക്യാഷ് കൊടുക്കുന്നവരെ, അതായത് 65,000 രൂപ കൊടുക്കുന്ന ഒരാളെ അല്ലേ ബിഗ് ബോസ് ഏറ്റവും ആദ്യം പുറത്താക്കേണ്ടത്. അല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. സെലിബ്രിറ്റി ആയതുകൊണ്ടും അത്രയും ആളുകളുടെ ഇൻട്രസ്റ്റ് അനുമോൾക്ക് ഈ ഷോയിലൂടെ പീക്ക് ചെയ്യാൻ കഴിവുള്ളതും കൊണ്ടാണ് 65 അത്രയും രൂപ പെർ വീക്ക് കൊടുത്ത് അവിടെ നിർത്തിയിരിക്കുന്നത്. അത്രയും ക്രൗഡിനെ അനുമോൾക്ക് ഈ ഷോയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് ഈ മണ്ടൻ പറയുന്ന പ്രകാരം അനുമോൾക്ക് മാത്രമേ അവിടെ പ്രതിഫലം കിട്ടുന്നുള്ളൂ, അതല്ലാതെ വേറെ ആർക്കും പ്രതിഫലം കിട്ടുന്നില്ല എന്നുള്ള പോലെയാണ്. 65,000 രൂപ എത്ര വലിയ എമൗണ്ട് ആണോ ഈ കാലത്ത് എനിക്കറിയില്ല. എല്ലാവരുടെയും നിലയ്ക്കും വിലയ്ക്കും അനുസരിച്ചുള്ള റെമ്യൂണറേഷൻ കിട്ടുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു വഴക്ക് ഒന്നും രണ്ടും പറഞ്ഞിട്ടുള്ള ഒരു സംഭവമായി തന്നെ മാറി. കാരണം ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് പറഞ്ഞ് നെവിൻ കുറെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്, കുറെ തവണ വിളിക്കുന്നുണ്ട്. ഈ സമയത്ത് നിന്റെ അമ്മൂമ്മയെ പോയി വിളിച്ചോ എന്ന് അനുമോള് പറയുന്നുണ്ട്. എന്നെ ലാലേട്ടൻ ഇവിടുന്ന് അടിച്ചു പുറത്താക്കിയാലും വേണ്ടില്ല, എന്നെ അങ്ങനെ വിളിച്ചാൽ ഞാൻ റിയാക്ട് ചെയ്യും, അപ്പൊ ഞാൻ തിരിച്ചും വിളിക്കും, അമ്മൂമ്മയ്ക്ക് വിളിക്കും എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെയാണ് അനുമോള് പറഞ്ഞത്. വളച്ചൊടിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഞാനിത് വീണ്ടും എടുത്തു പറഞ്ഞത്. ഒരാളൊരു വിളിപ്പേര് വിളിക്കുന്നത് ഇഷ്ടമല്ല, അവർക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് നിർത്തണം. അവരുടെ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് അങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നത് മോശമാണ്. പിന്നെ നെവിന് ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആണ്. പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പുറത്തുനിന്ന് വന്നവരുടെ എല്ലാവരുടെയും ആ ഒരു ഫീഡ്ബാക്കും എല്ലാം കേട്ടിട്ട് നെവിൻ ആകെ എന്തൊക്കെയോ മാനത്ത് കൊട്ടാരം കെട്ടിവെച്ചിരിക്കുകയാണ്. നെവിൻ ഭയങ്കര അഹങ്കാരം തലയ്ക്ക് പിടിച്ച രീതിയിലാണ് നെവിന്റെ ഗെയിം ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നിഷ്കളങ്കത ആദ്യമൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു സംഭവങ്ങളൊന്നും തന്നെ കാണുന്നില്ല. അപ്പൊ നമ്മളൊരു ഓഡിയൻസ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ നോക്കുമ്പോൾ എന്താണ്, അതൊക്കെ ഫേക്ക് ആയിരുന്നു എന്ന് ഇപ്പൊ ഈ കാണിക്കുന്ന നെവിനാണ് ഒറിജിനൽ നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പൊ തുടക്കം മുതൽ ഈ രീതിയിൽ ഒരു ബാക്ക് സ്റ്റാബിങ്, നെവിൻ തന്നെ പറയുന്നുണ്ട് ഞാനൊരു ബാക്ക് സ്റ്റാബർ ആണ് ബേസിക്കലി. ആ ബാക്ക് സ്റ്റാബിങ് ഗെയിം തന്നെ ഇതുവരെ കൊണ്ട് നടക്കുകയായിരുന്നു വേണ്ടില്ലായിരുന്നു. അങ്ങനെ കൊണ്ട് നടക്കാതെ വളരെ നല്ലൊരു ഇമേജ് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നിട്ട് പിന്നെ അങ്ങ് ബാക്ക് സ്റ്റാബിങ് ഗെയിം, ഭയങ്കര മാനിപ്പുലേറ്റീവ് കണ്ണിങ് മൈൻഡ് ഗെയിം അതൊക്കെ കളിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും
സ്വാഭാവികമായിട്ടും പ്രേക്ഷകർ വെറുത്ത് പോകും. അത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പിന്നെ അനുമോൾ ഈ പറഞ്ഞ ഈ ഒരു അമ്മൂമ്മയ്ക്ക് വിളിച്ച ഒരു കേസ്, എത്രയൊക്കെ പ്രൊവോക്കേഷൻ ഉണ്ടായാലും അത് വീട്ടിലിരിക്കുന്നവരെ പറയരുത്. അതൊരു തെറ്റ് തന്നെയാണ്. ഞാൻ അതിനെ ന്യായീകരിക്കുന്നൊന്നുമില്ല. അപ്പൊ എന്നും പറഞ്ഞ് നമ്മളെ നെവിൻ പരിശുദ്ധനാണെന്നൊന്നും അല്ല, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട് എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. ആരുടെയും PR എടുത്തിട്ടില്ല, ഒന്നും അങ്ങനെ ആ രീതിയിൽ വെള്ളപൂശി പറയുന്നതുമില്ല. രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.